ഹായ് ഓൾ 2025 കീം എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇത്രയും കോഴ്സുകളിലേക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുന്നത്. എക്സാം ചിലപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം മാത്രമായിരിക്കാം എഴുതുന്നത്. മെഡിക്കൽ കോഴ്സുകളിലേക്കൊക്കെ നമുക്കറിയാം നീറ്റാണ് എഴുതേണ്ടത്. പക്ഷേ അൾട്ടിമേറ്റ്ലി കീം എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനിലൂടെയാണ് ഇതിലേക്കെല്ലാമുള്ള അഡ്മിഷൻസ് നടക്കാൻ പോകുന്നത്. കേരള യൂണിവേഴ്സിറ്റീസിലേക്കുള്ള അഡ്മിഷൻസ് എല്ലാം തന്നെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കയ്യിലൊരു സിസ്റ്റം ഉണ്ടായിരിക്കണം. നമുക്ക് മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി കാര്യങ്ങൾ വേണം. അതുപോലെ തന്നെ JPEG ഫോർമാറ്റിലുള്ള ഫോട്ടോയും സിഗ്നേച്ചർ വേണം. പിന്നെ എല്ലാ സർട്ടിഫിക്കറ്റുകളും PDF ഫോർമാറ്റിൽ വേണം. അതിൻ്റെ എല്ലാം സ്പെസിഫിക്കേഷൻസ് ഞാൻ വേറെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫയൽ സൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ റെഡിയാക്കി വെക്കണം. ഇതെല്ലാം കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ 5 സ്റ്റെപ്പുകളാണ് നമുക്ക് ഫോളോ ചെയ്യാനുള്ളത്. ആദ്യം ഒരു രജിസ്ട്രേഷൻ, പിന്നെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക, അതുപോലെ തന്നെ ഫീസ് അടക്കുക, ഡോക്യുമെൻറ്റ്സും ഇമേജസും അപ്ലോഡ് ചെയ്യുക, നമ്മുടെ അക്നോളജ്മെൻറ്റ് നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ തുടക്കം. ഇതാണ് നമ്മുടെ കീമിൻ്റെ ഹോം പേജ്. അവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതാ. ഇഫ് യു ആർ എ ന്യൂ യൂസർ, നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ തന്നെ ഈ സംഭവങ്ങളെല്ലാം, ഈ സ്റ്റെപ്പുകളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിക്ലറേഷൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ ഡിക്ലറേഷൻസ് എല്ലാം ടിക്ക് ചെയ്തുകൊണ്ട് സ്റ്റെപ്പുകൾ വീണ്ടും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണാം. അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഈ ഡിക്ലറേഷൻസ് എല്ലാം ടിക്ക് ചെയ്തിട്ട് നിങ്ങൾ പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ബട്ടണാണ് എന്ത് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ പേജിൽ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, കൺഫേം മൊബൈൽ നമ്പർ വരും, ഇമെയിൽ അഡ്രസ്സ് കൺഫേം ചെയ്യാൻ പറയും, ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ തന്നെ പാസ്വേഡ് ചോദിക്കും. അതൊന്നുകൂടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടി വരും. അതിപ്പോൾ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും നോട്ട്ബുക്കിൽ ആരും കാണാത്ത രൂപത്തിൽ നിങ്ങൾ മാത്രം കാണുന്ന പോലെ എന്ത് ചെയ്യുക, ആ പാസ്വേഡ് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കാൻ മറന്നു പോകരുത്. പിന്നെ ആക്സസ് കോഡ്, ഈ കാണുന്ന നമ്പേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. ആൻഡ് താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതോടുകൂടി എന്ത് കംപ്ലീറ്റ് ആകും, നമ്മുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി ഹൗ ടു രജിസ്റ്ററിൽ നെയിം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിലുള്ള അതേ നെയിം തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായിട്ട് തന്നെ കൊടുക്കണം. 10th സർട്ടിഫിക്കറ്റിലുള്ള സെയിം ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കൊടുക്കണം. ഫോൺ നമ്പർ 10 ഡിജിറ്റ് ഇന്ത്യൻ നമ്പർ ഓഫ് യു ഓർ യുവർ പാരന്റ് ഓർ ഗാർഡിയൻ. നമ്പർ ഷുഡ് നോട്ട് ബി പ്രിഫിക്സ്ഡ് വിത്ത് കൺട്രി കോഡിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇനി യു ക്യാൻ ഓൾസോ റീസെറ്റ് യുവർ പാസ്വേഡ് ഇഫ് ഫോർഗോട്ട് ബൈ റിസീവിംഗ് OTP ടു ദ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ. അപ്പോൾ ആ നമ്പർ കയ്യിലുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇമെയിൽ അഡ്രസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് വർക്കിംഗ് ആയിട്ടുള്ളത് തന്നെ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. കാൻഡിഡേറ്റ്സ് ഷുഡ് നോട്ട് പ്രൊവൈഡ് ദ ഇമെയിൽ ID ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ഒന്നും കൊടുത്ത് എന്ത് ചെയ്യരുത് പാടില്ല, അവസാനം കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പാടില്ല. സെയിം സംഭവം തന്നെ കൺഫേം ചെയ്യാം. പാസ്വേഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8 ക്യാരക്ടർ ആയിരിക്കണം. അതിൽ ഒരു ആൽഫബറ്റെങ്കിലും വേണം, ഒരു നമ്പർ വേണം, ഒരു സ്പെഷ്യൽ സിമ്പിൾ നമുക്കതിൽ ഉണ്ടായിരിക്കണം. അത് റീടൈപ്പ് ചെയ്യാം. പിന്നെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ആക്സസ് കോഡ് കൂടെ എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ നമ്മളോട് ചോദിക്കും കൺഫേം ചെയ്യാണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, തെറ്റുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ പേജ് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു 1 ടൈം പാസ്വേഡ് വരും. 1 ടൈം പാസ്വേഡ് വന്നിരിക്കുന്നത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്കാണ്. ആ മൊബൈൽ നമ്പറിൽ വന്ന പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കംപ്ലീറ്റ് ആവുകയാണ്, രജിസ്ട്രേഷൻ ഇത് അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. സോ വെൽക്കം, യുവർ നെയിമോട് കൂടിയിട്ടുള്ള ഒരു വെൽക്കം മെസ്സേജ് വരും. പ്ലീസ് നോട്ട് ഡൗൺ യുവർ ആപ്ലിക്കേഷൻ നമ്പർ ഫോർ കംപ്ലീറ്റിംഗ് ദ റിമൈനിങ് സ്റ്റെപ്സ് ആൻഡ് ഫ്യൂച്ചർ റെഫറൻസസ്. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ ഇതാ ഈ ഒരു പേജിൽ തന്നെ ജനറേറ്റ് ആവുകയാണ്. അതും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമുക്കത് ചിലപ്പോൾ നമ്മുടെ മെയിലോ മറ്റൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എന്നാലും ഒരു നോട്ട്ബുക്കിൽ എവിടെയെങ്കിലും അത് നോട്ട് ചെയ്ത് വെക്കുക. ഇൻ കേസ് ഡിവൈസോ ഇൻ്റർനെറ്റോ ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ ആദ്യം തന്നെ സെലക്ട് കോഴ്സാണ്. അവിടെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നുണ്ടോ, ആർക്കിടെക്ചറിലേക്ക് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് ആൻഡ് ഓൾസോ ഫാർമസി കോഴ്സസ്, ഇതിലേതൊക്കെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ടിക്ക് ചെയ്താൽ മതി. അതിനനുസരിച്ചാണ് നിങ്ങളുടെ എക്സാമിനേഷൻ ഫീ ഉണ്ടായിരിക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് സെക്ഷൻസ് ഓഫ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ആർക്കിടെക്ചർ ആണെന്നുണ്ടെങ്കിൽ നാട്ട വഴിയാണ് അത് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സ് ആണെങ്കിൽ NEET UGയുടെ സ്കോറാണ് പരിഗണിക്കുക. ഫാർമസി കോഴ്സ് ആണെന്നുണ്ടെങ്കിലോ കാൻഡിഡേറ്റ് ഷുഡ് അപ്പിയർ ഫോർ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി സെക്ഷൻസ് ഓഫ് ദി എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം എന്ന് പ്രത്യേകം എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാൻഡിഡേറ്റ്സ് ആർ റിക്വസ്റ്റഡ് ടു ഡു കോഴ്സ് സെലക്ഷൻ വൈസ്ലി. നിങ്ങളോട് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫർദർ ചേഞ്ചസ് വിൽ നോട്ട് ബി പെർമിറ്റഡ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഫാർമസി കോഴ്സ് വേണമായിരുന്നു, പക്ഷെ നിങ്ങൾ കൊടുത്തില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫാർമസിയും കൂടെ കൊടുക്കണം എന്ന് വിചാരിച്ചാൽ അതെന്തല്ല, പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. എക്സാമിനേഷൻ സെൻറ്ററുകൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ ജില്ലകളിലും ഉണ്ട്. അതുകൂടാതെ ചെന്നൈ, ഹൈദരാബാദ്, ബാംഗ്ലൂരു, ദുബായ്, ബഹ്റൈനാണ് ഔട്ട്സൈഡ് സെൻറ്റേഴ്സ്. അത് പരിഗണനയിലാണെന്നുള്ളതാണ് പ്രോസ്പെക്ടസിൽ കണ്ടത്. കൺഫേംഡ് ആയിട്ടുള്ള ഔട്ട്സൈഡ് സെൻറ്റേഴ്സ് ഒന്ന് മുംബൈ ആണ്, രണ്ടാമത്തത് ന്യൂഡൽഹിയാണ്. ഓക്കെ, യെസ്. ഇനി നമ്മൾ താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്ററുകളുടെ പ്രയോറിറ്റി ലിസ്റ്റ് കൊടുക്കുക. ഓരോ നിങ്ങളുടെ ജില്ല തന്നെ ആയിരിക്കും നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ സേവ് ആൻഡ് പ്രൊസീഡ്. ഓരോ സ്റ്റെപ്പിലും സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മൾ മുന്നോട്ട് പോവുക.
പിന്നെ ബേസിക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ജെൻഡർ, നാഷണാലിറ്റി, നേറ്റിവിറ്റി, ആധാർ നമ്പർ എല്ലാം നമ്മൾ എന്ത് ചെയ്യാനുണ്ട്, എൻ്റർ ചെയ്യാനുണ്ട്. ഡീറ്റെയിൽസ് ഓഫ് ഫാദർ, മദർ ആൻഡ് ഗാർഡിയൻ ഓഫ് ദി ആപ്ലിക്കൻ്റ് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. അതിൻ്റെ പേജാണ് ഈ കാണുന്നത്. ഇതാണ് നെക്സ്റ്റ് പേജ്. അടുത്ത പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ജെൻഡർ, നെയിം, ഗാർഡിയൻ്റെ ഡീറ്റെയിൽസ്, അവരുടെ ഒക്യുപ്പേഷൻ, ഫാദേഴ്സ് ഡീറ്റെയിൽസ്, മദേഴ്സ് ഡീറ്റെയിൽസ് ഒക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത്. വളരെ എളുപ്പമാണ്, നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാവുന്നതുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. നെക്സ്റ്റ് സെക്ഷനിൽ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സും അതുപോലെ തന്നെ കറണ്ട് അഡ്രസ്സും അതിൽ ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് സെയിം ആണെന്നുണ്ടെങ്കിൽ ഇത് ടിക്ക് ചെയ്താൽ പിന്നെ അത് വീണ്ടും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ കേസ് നിങ്ങളുടെ നാട്ടിലെ പെർമനൻറ്റ് അഡ്രസ്സ് വേറെയും നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് മറ്റൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൂടെ ഫില്ല് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് അക്കാഡമിക് ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ അവിടെ +2 ഓർ ഇക്വലൻറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഇഫ് യു ഹാവ് കംപ്ലീറ്റഡ് or are studying +2, opt this as your qualifying examination for your opted courses. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യണം. +2 കഴിഞ്ഞ ആളുകളും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും +2 ഓർ ഇക്വലൻറ്റ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഇനി ഡിപ്ലോമ പോലത്തെ പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. പാസ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അപ്പിയറിംഗ് ആണോ +2 എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഏത് ബോർഡാണ്, രജിസ്റ്റർ നമ്പർ ഓഫ് ദ ക്വാളിഫയിങ് എക്സാമിനേഷൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഹാവ് യു അപ്ലൈഡ് ഫോർ കീം ഇൻ ദ പ്രീവിയസ് ഇയർ, അതും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിക്കുന്നുണ്ട്. ആ ഫീൽഡുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് കറസ്പോണ്ടിംഗ്ലി നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് തന്നെ എന്ത് ചെയ്യുക, കൃത്യം ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓൺലി ദോസ് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ഓപ്റ്റഡ് ഫോർ മെഡിക്കൽ ഓർ അലൈഡ് കോഴ്സിൽ ഓപ്റ്റ് ചെയ്ത ആളുകൾ മാത്രം എന്ത് ചെയ്താൽ മതി, ഇത് യെസ് ഓർ നോ ചെയ്താൽ മതി. അതുപോലെ തന്നെ പ്രീവിയസ് സ്കീം എഴുതിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എത്ര സമയം, എത്ര അറ്റംപ്റ്റ്, നമ്പർ ഓഫ് ടൈംസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അടുത്ത സെക്ഷൻ കമ്മ്യൂണൽ റിസർവേഷൻ ആണ്. അതിൻ്റെ ഏത് കാറ്റഗറിയിലാണ് കമ്മ്യൂണിറ്റി ക്ലെയിം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കമ്മ്യൂണിറ്റി ഓഫ് ഫാദർ, കമ്മ്യൂണിറ്റി ഓഫ് മദർ, അതുപോലെ ഇൻ്റർ കാസ്റ്റ് മാരേജ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ് അടക്കം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഇത് ഡിഫറെൻ്റ് ആയിരിക്കും, അതെല്ലാവരും കൃത്യമായിട്ട് ചെയ്യാം. അടുത്തതിലേക്ക് പോയാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ക്ലെയിം ഫോർ എലിജിബിൾ റിസർവേഷൻ ആണ്. അതിലേക്ക് പോകുന്ന സമയത്ത് നമ്മളത് അപ്ലോഡ് ചെയ്യേണ്ടി വരും, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, പിന്നെ നമ്മൾ താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതാ അതർ റിസർവേഷൻ ഡീറ്റെയിൽസ്, വേറെ ഒരുപാട് കാറ്റഗറി ഇവിടെ ഉണ്ട്. ഡിപ്പെൻഡൻറ്റ് ഓഫ് ഡിഫൻസ്, സ്കിൽഡ് ഓർ മിസ്സിംഗ് ഓർ ഡിസേബിൾഡ്, അതുപോലെ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതൊക്കെ ആവശ്യമുള്ള ആളുകൾ, റിക്വയർഡ് ആയിട്ടുള്ള ആളുകൾ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ആൻഡ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആളുകൾ എന്ത് ചെയ്യണം, ഇവിടെ യെസ് എന്ന് ചൂസ് ചെയ്യണം. അതുപോലെ ക്ലെയിം ഫോർ മൈനോറിറ്റി കോട്ട, ക്രിസ്ത്യൻ ഓർ മുസ്ലിം, അതുണ്ടെങ്കിൽ അത് നമ്മൾ യെസ് എന്ന് ചൂസ് ചെയ്യണം. NRI കോട്ട ഫോർ MBBS ഓർ BDS കോഴ്സുകൾക്ക് ഉണ്ടെങ്കിൽ NRI സ്റ്റുഡൻസ് അതെന്ത് ചെയ്യണം, അവിടെ ടിക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, ആൻഡ് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി മെൻഷൻ ചെയ്ത കാര്യങ്ങളാണ്. ഇൻകം ഡീറ്റെയിൽസ്, ആനുവൽ ഫാമിലി ഇൻകം എത്രയാണ്, ഇതേ ഇൻകം പറയുന്ന സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം ഇവിടെ കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ. അക്കൗണ്ട് ഡീറ്റെയിൽസ്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, എന്തെങ്കിലും റീഫണ്ടോ കാര്യങ്ങളൊക്കെ വരാനുള്ള ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സേവ് ആൻഡ് പ്രിവ്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ കൊടുത്ത ഫീ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് പ്രിവ്യൂ ചെയ്യാൻ പറ്റും. അത് മുഴുവൻ ഓരോ ഫീൽഡും ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സേവ് ആൻഡ് ഫൈനലൈസിലേക്ക് എന്ത് ചെയ്യാം, പോകാൻ സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞാലാണ് നമ്മൾ ഫീസ് അടക്കുക. ഫീസ് ഞാൻ നേരത്തെ പലതവണ മെൻഷൻ ചെയ്ത പോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി, നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോഴ്സസ് ഏതൊക്കെയാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ എക്സാം ഫീസ് തീരുമാനിക്കുക. ആൻഡ് അതും കഴിഞ്ഞാലാണ് ഓൺലൈൻ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കുന്നതോടു കൂടിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക. ഈ 3 വഴികളാണല്ലോ കേട്ടോ. കറൻറ്റ്ലി ഐ തിങ്ക് UPI പേയ്മെൻറ്റ് വേ ഇല്ലെന്ന് തോന്നുന്നു. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ആൻഡ് നെറ്റ് ബാങ്കിങ് ആണ് ഇവരുടെ നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ കാണാൻ സാധിക്കുന്നത്. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഫോട്ടോ, സിഗ്നേച്ചർ, പിന്നെ ബാക്കി എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ 1 by 1 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അതും കൂടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ജോലി ഇത് അവസാനിക്കുകയാണ്. ആൻഡ് ഫൈനലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അക്നോളജ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു PDF നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വെക്കാം ഫോർ ഫ്യൂച്ചർ യൂസ്. അത് നമ്മൾ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ എന്തൊക്കെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളതെന്ന് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ അക്നോളജ്മെൻറ്റ് ഷീറ്റ് പ്രിൻറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ബാക്കി ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ നമ്മുടെ അലോട്ട്മെൻറ്റിൻ്റെ സമയത്തും റിസൾട്ടൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്തൊക്കെ വീണ്ടും നമ്മൾ നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യേണ്ടി വരും. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, അതുകൊണ്ടാണ് പാസ്വേഡ് മറക്കരുതെന്ന് പറഞ്ഞത്. പിന്നെ ഈ കാണുന്ന ക്യാപ്ച അല്ലെങ്കിൽ ആക്സസ് കോഡ് അടിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യുക, ഈ കാൻഡിഡേറ്റ് പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യുന്നത്, അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങളുടെ ഓപ്ഷൻസ് കൊടുക്കുന്നത്, അതുപോലത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കാരണവശാലും നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് മുഴുവൻ കംപ്ലീറ്റ് ആകുന്നത് വരെ അത് മറന്നു പോകാൻ പാടില്ല. ഓക്കെ, സോ കാൻഡിഡേറ്റ്സ് ഹോം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ
നിങ്ങൾക്ക് ഇവിടെ കാണാം യു ഹാവ് കംപ്ലീറ്റഡ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. നിങ്ങളുടെ ലോഗിൻ ചെയ്ത് നിങ്ങൾ ഹോം പേജിലേക്ക് വന്നാൽ ഇത്രയും സ്റ്റെപ്പുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് കാണാം. നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വീണ്ടും വന്ന് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ മാർച്ച് 15 കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യാൻ കഴിയില്ല, അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ, ഇൻ കേസ് മറന്നു പോയാൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഫോർഗോട്ട് പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും OTP ഡെലിവറി ഇമെയിൽ വേണോ SMS വേണോ എന്ന് ചോദിക്കും. അത് എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇഫ് ദി അപ്ലിക്കൻ ഫെയിൽ ടു റൈറ്റ് ഡൗൺ ഓർ റിമെമ്പർ ദി ആപ്ലിക്കേഷൻ നമ്പർ തന്നെ മറന്നുപോയി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർഗോട്ട് ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, അതും റിട്രീവ് ചെയ്യാനുള്ള ഓപ്ഷൻ ആക്ച്വലി ഉണ്ട്. ഓക്കെ, പിന്നെ സേഫ്റ്റി ടിപ്സ് ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ നിങ്ങളത് വായിച്ച് നോക്കണം. ഒന്ന്, പാസ്വേഡ് സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, നിങ്ങളുടെ സ്വന്തം ഇമെയിൽ അഡ്രസ്സും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും കൊടുക്കാൻ ശ്രമിക്കുക. റെക്കമെൻഡ് ബ്രൗസേഴ്സ് ഒന്ന് ഗൂഗിൾ ക്രോം ആണ്, അല്ലെങ്കിൽ മൊസില്ല ഫയർഫോക്സ് ആണ്. ഇത് രണ്ടും തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ബഗ്ഗുകൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രൗസറിലെ ക്യാഷ് ആൻഡ് കുക്കീസ് ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇൻ കേസ് എന്തെങ്കിലും ബഗ്ഗുകളോ എന്തെങ്കിലും എററുകളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഡു നോട്ട് യൂസ് മൾട്ടിപ്പിൾ വിൻഡോ ടാബ് ഇൻ ദ ബ്രൗസർ. ലോഗ് ഔട്ട് പ്രോപ്പർലി. ഓരോ തവണയും നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ നിങ്ങളുടെ ആ കാൻഡിഡേറ്റ് പോർട്ടൽ അക്കൗണ്ട് ഉണ്ടല്ലോ, അത് ലോഗ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പബ്ലിക് ആയിട്ട് ഒരു സ്ഥലത്ത് നിന്നൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു അക്കൗണ്ട് ലോഗ് ഔട്ട് ചെയ്തിട്ടേ അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പാടുള്ളൂ, പുറത്ത് പോരാൻ പാടുള്ളൂ, പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. കോമൺ റീസൺസ് ഫോർ റിജക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഫോട്ടോ കൃത്യമായിട്ടുള്ള സ്പെസിഫിക്കേഷൻ ഫോളോ ചെയ്യാത്ത കേസിലാണെന്നുണ്ടെങ്കിൽ റിജക്ട് ചെയ്തേക്കാം. സിഗ്നേച്ചർ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ, കാണാൻ പറ്റുന്നില്ലെങ്കിൽ അത് റിജക്ഷൻ സംഭവിച്ചേക്കാം. അതുപോലെ തന്നെ ഒതൻറ്റിക് പ്രൂഫ്, ക്ലാസ് 10th നേറ്റിവിറ്റി ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും. റിക്വയർഡ് ആപ്ലിക്കേഷൻ ഫീ മെൻ ഫോർ ഈച്ച് കാറ്റഗറി ഈസ് നോട്ട് പെയ്ഡ് ത്രൂ പ്രോപ്പർ ചാനൽ. അപ്പോഴും എന്തിനുള്ള സാധ്യതയുണ്ട്, റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ കീമിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യുക. ഫീസൊക്കെ പറഞ്ഞ പോലെ തന്നെ അപ്ലൈ ചെയ്യുക, ഫീസ് പേ ചെയ്യുക. എല്ലാ ഡോക്യുമെൻസും ഇമേജുകളൊക്കെ പറഞ്ഞ സ്പെസിഫിക്കേഷൻസിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഡു നോട്ട് സെൻഡ് പ്രിൻ്റ് ഔട്ട് ഓഫ് അക്നോളജ്മെൻറ്റ് ഓർ സർട്ടിഫിക്കറ്റ്സ് ടു ദി CEE ഓഫീസ്. ഓക്കെ, എൻട്രൻസ് എക്സാമിനറുടെ ഓഫീസിലേക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ യാതൊന്നും അയച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു അക്നോളജ്മെൻറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. ഇൻ കേസ് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, നമുക്ക് ആർക്കും ഉത്തരമില്ലാത്ത സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കിതാ ഇവരെ കോൺടാക്ട് ചെയ്യാം. രാവിലെ 9:30 മുതൽ 5:30 വരെ വിളിച്ചാൽ അവരെ കിട്ടും. അതുപോലെ തന്നെ സിറ്റിസൺസ് കോൾ സെൻ്റർ ഉണ്ട്, പിന്നെ ഇമെയിൽ ID ഉണ്ട്. സോ സംശയങ്ങൾ, ആർക്കും അറിയാത്ത സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കോൺടാക്ട് ഹെൽപ്പ് ലൈൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യേണ്ട കാര്യം. വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുക. ബാക്കി കുട്ടികളും കൂടെ ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ എന്ത് ചെയ്യുന്നതാണ്, ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.